എന്റെ എല്ലാ ഓൺലൈൻ കൂട്ടുകാരും ചോദിക്കുന്നു എന്തുകൊണ്ട് നീ ലോങ് വീഡിയോസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒരു ഐഡിയ എന്റെ ഫ്രണ്ട് റിയ എനിക്ക് അപ്പോൾ സജസ്റ്റ് എന്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ചന്ദ്രിക. എന്താണെന്നല്ലേ, ചെറിയൊരു കുക്കിംഗ് വ്ലോഗ് എടുത്താലോ? ഫ്രഷ് അല്ലെന്നറിയാം, എന്നാലും എന്റെ തരത്തിലുള്ള ഒരു ചിക്കൻ കറി വീഡിയോ നമുക്ക് കാണാം. ഈ പ്ലേറ്റ് എടുത്ത് കറക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ കരുതി കാണും എനിക്കെന്താ വട്ടാണോ എന്ന്. അതെ, എനിക്ക് വട്ടാണ്. അതിലേക്ക് ഒരു തക്കാളി എടുക്കുക. 1 കിലോ ചിക്കന് ഞാൻ ഒരു തക്കാളിയും 1 സവാളയുമാണ് എടുക്കുന്നത്. എടുത്ത ഒരു സവാളയും 1 തക്കാളിയും അതിന്റെ കൂടെ 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് അടുപ്പത്തിട്ട് എണ്ണയിലിട്ട് വറക്കുക. അതിനായി നമ്മൾ സ്റ്റൗ ഒന്ന് സ്റ്റാർട്ട് ആക്കും. പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് സ്റ്റാർട്ട് ആക്കും. ടെക്നോളജിയാ. ഗീ 1 സ്പൂൺ ഗീ ഇടുക. എങ്ങോട്ടൊക്കെ പോകുന്നു? ഗീ ഇടുക 1 സ്പൂൺ. ഓക്കെ, ഗീ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് പച്ചമുളക്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എടുത്തിട്ട് ചൂടാക്കുക. ചൂടായി വന്നില്ല, അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കാനത്. എല്ലാം വന്ന് ഇളക്കി നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും കടുകും ചൊട്ടയൊന്നും ഇല്ലാത്ത ഈ കടുകും തേങ്ങയും പൊട്ട പോലും തേങ്ങയും ഇല്ലാത്ത എന്ത് ചിക്കൻ കറിയും ഉണ്ടാക്കുന്ന ഈ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാ ഉള്ളി. എനിക്ക് ഇങ്ങനെ അറിയാം, എനിക്ക് പേടിയാന്നേ. ഞാൻ ഇങ്ങനെ ഇട്ട് ഉള്ളിയൊക്കെ എടുത്തിട്ട് ഇളക്കി കൊടുത്ത് ചൂടായിരിക്കുന്ന ഉള്ളിയുടെ കൂടെ നമ്മൾ കുറച്ച് ഗ്രാമ്പൂ, പട്ട, വയണയില ഉണക്കിയത് ഫോർ ഗുഡ് മണം, കൂടാതെ കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബ്രൗൺ കളർ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ എടുത്ത് ഇളക്കി രണ്ടും കൂടെ മിക്സ് ആവുന്നിടം വരെ ഇളക്കുക. മറ്റേ തക്കാളി എടുത്തിട്ട് 4 പീസായിട്ട് അറഞ്ചും പുറഞ്ചും വെട്ടുക. വെട്ടിയിട്ട് പീസിട്ട് ഗ്രൈൻഡറിലൊക്കെ ഇടുക. ഗ്രൈൻഡറിലേക്ക് വെച്ച് അടിച്ച് തക്കാളി ജ്യൂസ് പോലെ ആക്കണം. ആക്കിയ തക്കാളി ജ്യൂസ് നമ്മൾ ഈ ഇരിക്കുന്ന ഉള്ളിയിലേക്കൊക്കെ മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ശബ്ദം കേൾക്കും. ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് കുറച്ച് ചൂടാവട്ടെ. ഇനി നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ആ സാധനം ഇത് ചിക്കൻ കറി വെക്കാൻ ചിക്കൻ എവിടെയുടെ എന്ന് ചോദിച്ചവർക്ക് ആ ചിക്കൻ കാണിച്ചതാണ്. ചിക്കൻ ദാ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ. ഇതിലോട്ടങ്ങ് തള്ളി കൊടുക്കും. പക്ഷെ ഇതിനു മുമ്പ് ഇതിനകത്ത് എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയണോ? ഇത് 750 ഗ്രാം ചിക്കനാണ്. ഈ 750 ഗ്രാം ചിക്കനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെന്താ ഗരം മസാല, ഇതെല്ലാം കൂടെ 1-2 സ്പൂണൊക്കെ വെച്ച് ഇതിനനുസരിച്ച് എത്ര പാകത്തിനനുസരിച്ച് നിങ്ങൾ ആ പാകത്തിന് വെച്ച് ഇടുക. ഇട്ടിട്ട് ഉപ്പുപൊടി ഇടണേ, മറക്കല്ലേ. ഉപ്പുപൊടി നമ്മുടെ പാകത്തിലാണ് ഇടേണ്ടത്. വാരി കോരി ഇടരുത്. കൂടി പോയാൽ പിന്നെ തിന്നാൻ കൊള്ളത്തില്ല. കുറഞ്ഞു പോയാൽ പിന്നെയും കുഴപ്പമില്ല. കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുക. 1 മണിക്കൂർ സമയമില്ലാത്തവർ ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും വെക്കുന്നത്. ഞാൻ മിക്കപ്പോഴും 10 മിനിറ്റാണ് വെക്കുന്നത്. ഇന്ന് പക്ഷെ ഞാൻ രാവിലെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 മണിക്കൂർ കൊണ്ട് ഈ ചിക്കൻ എന്റെ ഫ്രിഡ്ജിലിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ചൂടായി ഇതാണ്ട് തിളച്ച് കുമ്പളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിക്കൻ നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുത്ത ചിക്കൻ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഇങ്ങനെ. പിന്നെ കരിയാപ്പില ഉള്ളവരൊക്കെയാണെങ്കിൽ കരിയാപ്പിലേക്ക് ഇടണം. ഇവിടെ കരിയാപ്പില കിട്ടാത്തത് കൊണ്ട് ഞാൻ കരിയാപ്പില ഇടുന്നില്ല. ഞാനിപ്പോൾ പഞ്ചാബിലാണ് ഗൈസ്. അതുകൊണ്ട് കരിയാപ്പില ഇടാനുള്ള വ്യവസ്ഥ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ കരിയാപ്പില ഇടുന്നില്ല. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് മല്ലിയില ഇടാൻ വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ടോ. അതും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതും ഇടുന്നില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും നിന്റെ അടുത്ത് പിന്നെ എന്ത് തേങ്ങയാണോ ഉള്ളത്? അതെ, തേങ്ങയും ഇല്ല എൻ്റെ അടുത്ത്. കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം എടുക്കരുത്, അനാവശ്യത്തിന് വെള്ളം എടുക്കരുത്. കുറച്ച് മാത്രം വെള്ളം എടുക്കുക, ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ആകരുത് എന്ന് എൻ്റെ ഫ്രണ്ട് റിയ പറഞ്ഞിരുന്നു. ഓക്കെ, എൻ്റെ ഫ്രണ്ട് റിയ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ച് എല്ലാം കേൾക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിതിനി എന്ത് പരുവം ആവുമെന്ന് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഫുൾ ഫ്ലെയിം 20 മിനിറ്റത്തേക്ക് ഞാനൊരു ഫുൾ ഫ്ലെയിമിലേക്ക് ഇടുകയാണ്. നമ്മുടെ ആയുധം ഉപയോഗിച്ച് നമ്മൾ ഫുൾ ഫ്ലെയിമിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും വെള്ളം മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്.
തേങ്ങ പക്ഷേ ഒരുപാട് വെള്ളം ഒഴിച്ച് ഈ സാധനം തട്ടി ഇങ്ങനെ മുങ്ങിക്കിടക്കണം. എനിക്ക് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കണം, അല്ലെങ്കിൽ ചിക്കൻ കറി ആവത്തില്ല എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിറച്ചിട്ടാണ് ഇടുന്നത്. അത് വിഷയമാണ്, അതങ്ങ് ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നോക്കാം. അല്ല, ഒന്ന് നോക്കാം. ചിക്കൻ സൈഡിൽ നിന്ന് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതാ ഈ പാത്രവും പ്ലേറ്റും ഗ്ലാസും സ്പൂണും പിച്ചത്തിയെല്ലാം കഴുകി വെക്കാം. അപ്പൊ ഇത് നമുക്ക് കുറച്ചു നേരത്തേക്ക് അടച്ചു വെക്കാം. അതല്ലേ അതിന്റെ ഇതും ഇത് അത് നമുക്കിനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ പോരെ. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വന്നിട്ട് അത് തുറന്നു നോക്കി. അപ്പൊ അതാ ഇങ്ങനെ ഗുളുഗുളു 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 ശബ്ദം കിട്ടും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മളത് ഇളക്കി കൊടുത്തു, നല്ല വ്യക്തമായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിരിക്കുന്നു. ഇനിയും ഒരു 10 മിനിറ്റ് നമ്മൾ കഴിഞ്ഞ് നമ്മൾ നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വന്നു തുറന്ന് നോക്കുന്നു. ചോട് കിടക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇളക്കി കൊടുക്കുക. ഇളക്കി 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 ഇളക്കി. അതെ, ഇതാ ഇനി ഇത് കുറച്ച് തുറന്നിരിക്കട്ടെ കേട്ടോ. തുറന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ഇപ്പൊ നമ്മൾ ഇതിന്റെ വേവ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. വേവ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെറിയൊരു വെള്ളം ഒരു പ്ലേറ്റ് ഇങ്ങനെ എടുക്കുക. നമ്മൾ നേരത്തെ കഴുകി ചേർത്ത് എടുക്കുക. അപ്പൊ കഴുകണ്ടായിരുന്നു ഇതേ ഒരു സ്പൂൺ എടുക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്തിട്ട് നോക്കുക, നോക്കി നോക്കുക. അയ്യാ, സെറ്റ് മക്കളെ, സെറ്റ്. ഇതാ കണ്ടില്ലേ, ഇതായി. കണ്ട, ചിക്കൻ കറി റെഡി. ഇത് വെന്തോന്നേ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെന്ത് വെന്ത് ആവശ്യത്തിന് വെന്ത്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എല്ലാം എല്ലാം ആവശ്യത്തിന്, അനാവശ്യത്തിന് ഒന്നും ഇല്ല, എല്ലാം കറക്റ്റാ. ഞാൻ ഉണ്ടാക്കിണ്ട് പറയില്ല, കൊള്ളാം. കണ്ട കണ്ട ആ അഴക് കണ്ട, ആ അഴക് നീ കണ്ടു. ആ ചിക്കൻ കറി കിടന്ന് വേവുന്ന ആ അഴക് നീ കണ്ടു. പിന്നെ അഴകാ അല്ലേ? ഇതെന്താ ഇത്? സമന്ന് കിടക്ക്, വേവണ്ടേ? ഇറങ്ങണം. ഞാൻ കടിച്ചു ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ചിക്കൻ കറി വ്ളോഗാണ് നിങ്ങൾ ഈ കണ്ടത്. അടുത്ത പ്രാവശ്യം നമ്മളെ ഒരു പുതിയ റെസിപ്പി ചിക്കൻ എഗ് ഷക്ഷുക എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ അത് ഉണ്ടാക്കി, പക്ഷെ അതിനെപ്പറ്റി വ്ളോഗ് എടുക്കണം. എനിക്ക് ആ ഒരു ഐഡിയ എനിക്ക് പോയില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്താ എഗ് ഷക്ഷുകയാണ് ഉണ്ടാക്കിയത്. കാണിച്ചു തരാം, ഇവിടെ പ്ലേറ്റിൽ ഇരിപ്പുണ്ട്. ഇതാണ് എഗ് ഷക്ഷുക. ഒരു സാധനമാണ്, ടേസ്റ്റ് കിട്ടുന്ന ടേസ്റ്റ് ആണ്. ഇത് ഞാൻ വൈകിട്ടത്തേക്ക് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരക്കും വണക്കം.